എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം പഠിക്കാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളുള്ള ഹാപ്പിനെസ് മാസ്റ്ററിയിലുള്ള യാത്ര, സന്തോഷത്തിലൂടെയുള്ള യാത്ര. ആദ്യം തന്നെ പറയാനുള്ളത് ഒറ്റ ഒറ്റ കാര്യം മാത്രം. അത് എത്ര തവണ എന്ന് ചോദിച്ചാൽ 10,000 തവണയെങ്കിലും പറയുന്നു: നന്ദി, നന്ദി, നന്ദി. കാരണം നിങ്ങൾ നൽകുന്ന, ഇവിടെ ഇരിക്കുന്ന ഇത്രയും 10, 200, 300 ആൾക്കാരും, അല്ലെങ്കിൽ 30,000, 40,000 ഒരു ദിവസം കൊണ്ട് കാണുന്ന, യൂട്യൂബിൽ കാണുന്ന ഈ ആൾക്കാരോടും ഞാൻ എത്ര വലുതായിട്ട് നന്ദി പറയണം, എത്ര ചെറുതായിട്ട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല നമുക്ക്. മിനിയാന്ന് എടുത്ത ക്ലാസ് 35,000 40,000 ആൾക്ക്, 35,000-ന് മുകളിൽ ആൾക്കാർ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു. അതിൽ റിസൾട്ടുകൾ അവരെടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ഏറെ സന്തോഷം. അതിനേക്കാളും എനിക്കിപ്പോ കുറച്ച് നിമിഷം ഈ ക്ലാസ്സിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരമ്മ എന്നെ വിളിച്ചതാണ്. എനിക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് എന്നെ ഒന്ന് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. വിളിച്ച സമയത്ത് ഞാനത് എന്ത് പറയണം എന്ന് എനിക്കറിയാത്തൊരവസ്ഥ. അവിടെ മകൾ കഴിഞ്ഞ 16 ദിവസമായി ICUവിലാണ്. ഒരു ആക്സിഡന്റ് ആണ്. ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, പക്ഷെ അനക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും ആ അമ്മ പൂർണ്ണമായ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. അമ്മ പറയുന്ന വാക്കത്രേ ഉള്ളൂ: സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 15-16 ദിവസമായി. അന്ന് മുതൽ ഞാൻ എൻ്റെ ശുഭപ്രതീക്ഷയ്ക്ക് ഒരു ഭംഗലും വരുത്തിയിട്ടില്ല. അവൾ എല്ലാ ശക്തിയിലും എല്ലാ ഇതിലും തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് സാറിനോടൊന്ന് അതിനിൽ സംസാരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചത്. മറ്റു പല ആൾക്കാർ, അഡ്മിന്മാരെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എന്നിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞു, നമുക്ക് സംസാരിക്കാം പറഞ്ഞു. ഒരു 5 മിനിറ്റോളം സംസാരിച്ചു. അവിടെ നിൽക്കുമ്പോഴും ആ അമ്മ പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം ഉണ്ടോ, കേൾക്കുമ്പോ അതിൻ്റെ ഇടയിൽ ഈ ഉള്ളവനൊക്കെ വളരെ ലളിതമാണെന്ന് തോന്നിപ്പോ. ഒരു പരാതിയോ ഒരു പരിഭവോ പറയാതെ, മറ്റാരോ ഓടിച്ച വണ്ടിയിൽ ഇരുന്നതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടി ഇന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഇന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മളെല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ: ആ കുട്ടി എത്രയും പെട്ടെന്ന്, ഞാൻ പറഞ്ഞത് ഇത്രയാണ് അവരോട്, മഹാദേവന്റെ കടാക്ഷം കൊണ്ട്, മഹാദേവന്റെ എല്ലാ അനുഗ്രഹം കൊണ്ട്, മഹാദേവനിൽ നിന്നുള്ള ആ ഊർജം ആ കുട്ടികളിൽ എത്തുകയും അത് നാളെ തന്നെ റിക്കവറിയായി തിരിച്ച് എഴുന്നേറ്റ് വരികയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ കൊടുത്തത്. അതേ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ട് ആ കുട്ടിക്ക്, നമ്മുടെ എല്ലാവരുടെയും ശുദ്ധമായ എനർജി ആ കുട്ടിയിലേക്ക് ഒന്ന് പകർത്താനും, അതിലൂടെ ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ആണ് മാത്രം നമുക്കത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സിന്റെ സംശുദ്ധമായ മനസ്സുകൊണ്ട് ആ കുട്ടിയെ അനുഗ്രഹിക്കുക. ആ കുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ആ അമ്മയ്ക്കൊരു കൈത്താങ്ങായി ആ കുട്ടി മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാം ആ മഹാദേവന്റെ കടാക്ഷം പോലെ നടക്കും. ആ മഹാദേവനെ അവർ പരീക്ഷണത്തിന് നിൽക്കാതെ എത്രയും പെട്ടെന്ന് കൊച്ചിനെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാനാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും. തഥാസ്തു, തഥാസ്തു, അമീൻ. താങ്ക് യു. ഞാൻ ഇന്നലെ വൈകുന്നേരം വെറുതെ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ഇന്നലെ ക്ലാസ് എടുത്തില്ല. വിഷൻ ബോർഡ് ക്ലാസ് ആണ് ഇന്നലെ എടുത്തത്. കുറച്ചു നേരം സമയം കിട്ടി, ഒരു അരമണിക്കൂർ അതിന് വെറുതെ ഇരുന്നപ്പോഴാണ് നിങ്ങൾ ഓരോ ആളും ഈ യാത്രയിൽ കടന്നു പോകുന്നതും ഞാൻ വന്ന വഴിയും ഒക്കെ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി കണക്ട് ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഗുരുവിനെ ഒന്ന് കണക്ട് ചെയ്യണ്ടായി. രാവിലെ ലേറ്റ് ആയിട്ടായിരുന്നു. എന്തോ ഇന്നലെ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോഴും കുറച്ച് ഹാങ് ഓവർ കൂടി. കാരണം പല കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ അതിനു മുമ്പ് പലരും സംസാരിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും ചില സമയത്ത് നമുക്കെല്ലാം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളങ്ങ് ചെറിയതിൽ നിന്ന് പാടിപ്പോകും. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയിൽ ഇപ്പം അങ്ങനെ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇന്റർനെറ്റ് ഇല്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ രാവിലെ മെഡിറ്റേഷൻ നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനൊന്ന് സുഖമായിട്ടിരുന്ന് 2 തവണ മെഡിറ്റേഷൻ ചെയ്തു.
ജിമ്മൊക്കെ ചെയ്തു രാവിലെ ഒന്നുകൂടി റീഫ്രഷ് ചെയ്തു. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ പിടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മളൊന്ന് ചാടാൻ വേണ്ടി തയ്യാറാകും. അത് റിസൈലൻസ്, നമ്മുടെ ബൗൺസ് ബാക്ക് എന്നൊക്കെ പറയും. നമ്മൾ എവിടെയും വന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ചെറിയൊരു കോമ വരും, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ടൈം ടു കറക്റ്റ് നൗ. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിനെ മാറ്റപ്പെടുത്തേണ്ടത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ വരുമ്പോൾ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ കണ്ട് കോമ ഇട്ടിട്ട് അടുത്ത ഇതിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് എല്ലാവരും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി സന്തോഷം അനുഭവിക്കുക, സന്തോഷം നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. ഇല്ലാത്തവരാരും ഈ ലോകത്ത് ഒരാളുമില്ല എന്ന്, ഒരാളുമല്ല ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയുക. അതിനെയൊക്കെ എങ്ങനെ എങ്ങനെ നമ്മൾ എടുത്തു എന്നതാണ് നമ്മുടെ പ്രധാനമായ കാര്യം. സാക്ഷിഭാവം എന്ന് ഞാൻ നമ്മുടെ കോഴ്സിൽ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കാറുണ്ട്. സാക്ഷിഭാവം എന്ന ഒരു പ്രക്രിയ അതെല്ലാവരും മനസ്സിലാക്കുക. എന്നിപ്പോ ഞാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലും അത് ഒരുപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ പറയുന്ന കാര്യമാണ്. സാക്ഷിഭാവത്തിലേക്ക് വരാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാം ഉയരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. അപ്പോൾ ഇന്ന് ആർക്കെങ്കിലും ഹാപ്പി ന്യൂസ് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം, പറയാം. ആ കുട്ടിയുടെ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾ വിട്ടോളൂ. ഇനി അതിൽ പിടിച്ചു നിൽക്കണ്ട. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു. ഇനി അതിലേക്കുള്ള ചർച്ചകൾ വേണ്ട കേട്ടോ. അത് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ഒരു സമയത്ത് നമ്മൾ അതിനെ കൃത്യമായ സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് പ്രാർത്ഥിച്ചങ്ങ് വിട്ടേക്കണം. അതാണ്, അപ്പോൾ മാത്രമേ ആ എനർജി നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പിന്നെയും അതിന് പിടിച്ചു നിന്നാൽ ആ എനർജിക്ക് അങ്ങോട്ട് പോകാനോ ആ കുട്ടിയെ ബ്ലസ് ചെയ്ത എനർജി അങ്ങോട്ട് എത്താൻ പോലും നിങ്ങൾ വിടാതെ പിടിച്ചു നിൽക്കരുത് കേട്ടോ. നിങ്ങൾ അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു, ആ എനർജി അങ്ങോട്ട് ആ കുട്ടിക്ക് കൊടുത്തു, അവിടെ കഴിഞ്ഞു ആ പരിപാടി. നമ്മൾ സ്ഥിരമായി പിന്നെയും അതിനെ പിടിച്ച് നിന്നോണ്ടു. ഈ മരിച്ചവരാത്മാക്കളെ വിടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. മരിച്ചവരോ പോയി, അവരെ ആത്മാക്കളെ പിന്നെയും തിരിച്ചു വിളിച്ച് കൊണ്ടുവരുന്ന അവസ്ഥ പോലെ ആക്കരുത്. പലപ്പോഴും നമ്മൾ ആൾക്കാരെ ബ്ലസ് ചെയ്യുമ്പോഴോ ആൾക്കാരെ ഇതാക്കുമ്പോൾ നമ്മൾ ബ്ലസ് ചെയ്യുക, അത് പറയുക, അവരെ ആ എനർജി കൊടുക്കുക. വീണ്ടും ടൈപ്പ് ചെയ്യുന്നോണ്ട് പറയണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ആർക്കെങ്കിലും ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. പറയാനുള്ളവർ പെട്ടെന്ന് പറഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടൊരു ക്ലാസ് ഉണ്ട്. വളരെ അടിപൊളിയാണ്. നിങ്ങൾക്ക് മിറാക്കിൾ സംഭവിക്കാനുള്ള ഒരു ക്ലാസ് ആണ്. ആർക്കെങ്കിലും സംസാരിച്ചോളൂ. പറഞ്ഞു സാർ. നമസ്കാരം സാറേ. ഞാനിനി എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് രണ്ടു നേരവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. മഹാദേവനെയും മറ്റ് ദേവീദേവന്മാരെയും തിരുപ്പതി ഭഗവാനെയൊക്കെ വിളിക്കുന്നതാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ പ്രാർത്ഥനയുടെ സമയം മാത്രം ഭഗവാനെ ഭഗവതിയും എന്റെ മനസ്സിൽ വരും. വീണ്ടും അതെന്റെ മനസ്സിൽ നിന്ന് പോവുമായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ ദൈവങ്ങളെല്ലാം എന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. വളരെയധികം നന്ദിയുണ്ട്. എന്റെ പ്രാർത്ഥന ഫലിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. സാറിന് 100 നന്ദി. യൂണിവേഴ്സിന് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാം മഹാദേവന്റെ കടാക്ഷം പോലെ, ആ ദേവീ ദേവന്മാരുടെ കടാക്ഷം പോലെ നിങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പ്രാർത്ഥന ശരിയായ രീതിയിൽ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ഒരു ക്ലാസ് തന്നെ നമുക്കുണ്ട്. പ്രാർത്ഥന ശരിയായ രീതിയിലാണെങ്കിൽ എല്ലാം ഫലിക്കും. ദേവന്മാർ എപ്പോഴും കനി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജെയിനിയാണ്. പറഞ്ഞു ജെയിനി. സാറേ, ഇപ്പം 2 വീക്സ് ആയി ഞാൻ സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. അതിനകം നമുക്ക് വന്നിരിക്കുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്. സ്കൂളിലെ ഇപ്പൊ ഇതിനു മുമ്പ് ഒരു 3 ഇയർ നമുക്ക് വേറൊരു പ്ലേസിലായിരുന്നു. ആ പ്ലേസ് കൺജസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഒരു പുതിയ പ്ലേസിലോട്ട് വന്നത്. അപ്പൊ പുതിയ പ്ലേസിൽ കുറച്ചും കൂടി നമുക്ക് കുട്ടികളെ ഇത് സ്വീകരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ 20 lakhs അതിലേക്ക് ഞാൻ മുടക്കിയിട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോ. അഡ്മിഷൻ കയറി തുടങ്ങുന്ന ടൈമാണ്. അപ്പൊ ആ ടൈമില് ഞാൻ ഈ 20 lakhs മുടക്കിയത് എന്താണ് ഇനി എന്റെ ഫ്യൂച്ചർ എന്ന് കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ സാറിന്റെ വീഡിയോ കാണാൻ ഇടയായത്. പക്ഷെ അത് കണ്ടു തുടങ്ങിയപ്പോഴേ എനിക്ക് നല്ല കുറച്ചും കൂടി ഊർജവും കോൺഫിഡൻസും കിട്ടി. അതുമല്ല, അവിടെ വന്നു പോകുന്ന ഓരോരുത്തരും പറയാം, ഇത് ഹൈ ലെവലിൽ എത്തും മേഡം, ഒട്ടും പേടിക്കണ്ട, നെക്സ്റ്റ് ഇയർ ഇത് നിറയെ കുട്ടികളാവും. അതും അങ്ങനെ. പിന്നെ ഡെയിലി 2 അഡ്മിഷൻ എങ്കിലും അവിടെ വരുന്നുണ്ട്. എനിക്കറിയില്ല എന്ത് മിറക്കിളാണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഫുൾ എനർജിയാണ്. ഞാൻ ഇപ്പൊ ഇന്ന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, അവിടെ സ്വിമ്മിങ് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വൈകിട്ട് ഞാൻ സ്വിമ്മിങ്ങും കഴിഞ്ഞിട്ട്
ഞാൻ 8:30 ഒക്കെ ആവുമ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. സാറിന്റെ ക്ലാസ് കാണാനായിട്ട് ഓടിയെത്തുവാണ്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് ചിലപ്പോൾ വൈകുകയാണെങ്കിൽ നേരത്തെ തൊഴുകയാണെങ്കിൽ സ്കൂളിൽ വെച്ച് തന്നെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒത്തിരി താങ്ക്സ്. നിറയെ അഡ്മിഷൻ വരുന്നുണ്ട്. ഇനിയും ഒത്തിരി നെക്സ്റ്റ് തഥാസ്തു. ഇയർ എനിക്ക് 100% ഉറപ്പാണ് കൊച്ചിയിലെ നമ്പർ ടോപ്പ് 1 ഇപ്പം നമുക്ക് 5 സ്റ്റാർ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ടോപ്പിലോട്ട് വരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. തഥാസ്തു തഥാസ്തു തഥാസ്തു. ഇത് എവിടെയാ സ്കൂൾ? ഇത് കൊച്ചിയോ? നമുക്ക് തമ്മനത്ത്, എറണാകുളം കൊച്ചിയിലെ തമ്മനം. അപ്പൊ ഇനി ഞാൻ ഒരിക്കൽ സാറിനെ അവിടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കും. താങ്ക് യു. അത് ആ ഒരു രീതിയിൽ നമ്മൾ ഉയരത്തിൽ ഉണ്ടാവട്ടെ. എത്തട്ടെ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ എന്തൊക്കെ സബ്ജക്റ്റുകളാ ചെയ്യുന്നത് അവിടെ? അവിടെ നമുക്ക് പ്ലേ ഗ്രൂപ്പ് ഉണ്ട്, LKG UKG പ്ലേ ഗ്രൂപ്പ്, ഡേ കെയർ, ഇൻഫാന്റ് കെയർ. പക്ഷെ നമ്മുടെ നമുക്കൊരു വ്യത്യസ്തതയുണ്ട്. ആ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ആണ്. കുഞ്ഞുങ്ങളെ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. ഗെയിമും ആക്ടിവിറ്റിയും സ്റ്റഡി മെറ്റീരിയലും വെച്ചിട്ട് അതുപോലെ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ അവയർനെസ്, ഓർഡർ ലൈൻ, ഷെയറിംഗ് മെന്റാലിറ്റി, അതുപോലെ സെൽഫ് എസ്റ്റീം, അങ്ങനെ ഒരു നമ്മുടെ റൗണ്ട് ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് എല്ലാം എത്തുന്ന രീതിയിൽ. വെരി ഗുഡ്. പിന്നെ ഒരു പ്രത്യേകത, എല്ലാ പേരൻസുമായിട്ട് നമ്മളൊരു വൗക്കിഡ്സ് ഫാമിലി, വൗക്കിഡ്സ് എന്നാണ് സ്കൂളില്, പക്ഷെ വൗക്കിഡ്സ് ഫാമിലി പോലെയാണ് അവിടെ. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പേരൻസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് എന്നോടൊപ്പം കൂടെയുണ്ട്. അതെനിക്ക് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും സാർ ഒരിക്കൽ സാറിനെ അവിടെ വിളിക്കും ഞാൻ, തീർച്ചയായിട്ടും. നമ്മുടെ ഓക്കെ ഗ്രൂപ്പിൽ സാർ. ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇതുപോലെ 2-3 പ്ലേ സ്കൂളിലുള്ള ഒരാളും കൂടി ഇവിടെ ഉണ്ട്. നമ്മുടെ അടുത്തൊരു മാഡം ഉണ്ട് കേട്ടോ. നിങ്ങൾ അവിടെ തന്നെ, അവിടെ തന്നെ പാലാരിവട്ടം തോന്നുന്നു. ഓക്കെ. ഇന്ന് ഒരു വ്യക്തി എന്നോട് പറയുക, ഒരു പേഴ്സൺ വന്നിട്ട്, മാം ഇതിന്റെ ഫ്രാഞ്ചൈസി തന്നെ മാമിന് ഇടാൻ പറ്റും. ഇതുവരെ ഞാൻ ഫ്രാഞ്ചൈസി എടുത്തിട്ടില്ല. കാരണം എന്റെ സ്റ്റഡി മെത്തേഡ് വേറെയാണ്. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു ഇതിന് മാമിന് തന്നെ ഫ്രാഞ്ചൈസി ചോദിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. തീർച്ചയായിട്ടും നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഷെമി എന്താ പറയാൻ വന്നത്? ഷെമി പറഞ്ഞോ. ഷെമി ഹാൻഡ് റൈസ് ചെയ്ത് എന്തിനാ പറഞ്ഞോ? ഓക്കെ, ഇത് എന്താ രഞ്ജിത്ത് ഒന്നും പറയാനാണോ? ആ പറഞ്ഞോ. ഇല്ല സാറേ, ഞാനല്ല ക്ലാസിന്റെ കാര്യം കേട്ടിട്ട് പറഞ്ഞു. സാറിന്റെ ബുക്കിലെ ആരാ പറയാൻ വന്നത്? തിലകൻ രാജപ്പൻ പറയണ്ടോ? അല്ല സാറേ, ഞാൻ അറിയാതെ പറ്റിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സോറി. സാറേ, ആ ഞാൻ റോഷിനി. ആ. ഞാന് ഇവിടെ ഇസ്രായേലിലാണേ. ഓ, നാട്ടില് കോട്ടയമാണ്. ഞാന് ഇപ്പൊ ഇവിടെ നമുക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോഴേ അങ്ങനെ ഞാൻ പല ക്ലാസ്സുകളും കേട്ടു. സാറിന്റെ ക്ലാസ്സുകൾ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല ഒന്നിനും. സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയോ ട്രിക്കുകൾ ഉണ്ടെന്നൊക്കെ തോന്നി. ഏതൊക്കെയോ സീക്രട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് സാറിനെ ഒന്ന് കാണണം, സാറിന്റെ ഒപ്പം വരണം, അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് അഡ്മിനോട് ചോദിച്ച് ഇതിനകത്ത് ഫ്രീ ക്ലാസ്സിൽ കയറാനായിട്ട് എനിക്ക് തോന്നിയത്. സാറിനെ ഒന്ന് കാണാനും ഒക്കെ വേണ്ടി. എല്ലാവരും പറയുന്ന എല്ലാ നന്മകളും ഒക്കെ കേട്ടിട്ട് എനിക്ക് സാറിനെ ഒന്ന് കാണണം. പിന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് പറയണം. ഇതൊക്കെയാണ് എന്റെ ആവശ്യം. ജോലിയിൽ വന്നിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. പറഞ്ഞോ. ഞാൻ കാണുന്നുണ്ടല്ലോ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് പേപ്പർ 8 കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു. ഐ എം ഹാപ്പി 11 ടൈംസ് ആൻഡ് താങ്ക് യു. ഞാൻ ചെയ്ത ടാബ്ലറ്റ് എല്ലാം ഡെപ്പിയിലാക്കി. എനിക്ക് അറിയത്തില്ല ഒന്നിനൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സാറേ, എനിക്ക് എല്ലാം അറിയണം. എനിക്ക് മെന്റലി ഞാൻ സ്ട്രോങ് അല്ല. അതാണ് എന്റെ പ്രശ്നം. എന്റെ മോളുണ്ട് കേട്ടോ ഈ കൂട്ടത്തിലെ. അവള് എന്റെ കൂടെ അല്ല, പൊന്മണി. അത് തിരുവനന്തപുരത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ഇതിനകത്ത് കൂടെ വേണം. പവിത്ര, മോനെ വീഡിയോ വെച്ചേ. പറഞ്ഞേ. മാത്രമാണ് പവൻ ചേച്ചിയാണോ? അതെ, അത് വേറെ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്തതാ. ഓക്കെ. എന്ത് ചെയ്യുന്നു?
ഞാനിപ്പോ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുക തിരുവനന്തപുരത്ത്. ഓ, സിവിൽ സർവീസ് കോച്ച്, ആ, വെരി ഗുഡ്. പിന്നെന്താ താങ്ക് യു. മോൾക്ക് അമ്മയ്ക്ക് വേണ്ടത്? നല്ല നല്ല മിടുക്കിയായ കുട്ടിയല്ലേ? ആ, നല്ല ജോലി വേണം. ജോലി അല്ല, സിവിൽ സർവീസ് ചെയ്ത പിന്നെ കുറെ നല്ല ജോലി കുറെ വേണമെന്ന് പരിശ്രമം. ചോദിക്കരുത്. അതിൽ IPS സെലക്ട് ചെയ്യുന്നോ IAS സെലക്ട് ചെയ്യുന്നോ അത് നോക്കിയാൽ മതിയല്ലോ. അതെ. ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്കിളിന് എപ്പോഴെങ്കിലും സമയം കിട്ടിയ ഒന്ന് കണക്ട് ചെയ്യണേ. ഓഫ് കോഴ്സ് കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാർ അമ്മ, ഈ അമ്മ നെറ്റ് എന്തിനാണ് ഇഷ്യൂ. ടെൻഷൻ അടിക്കുന്നത്? ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇപ്പൊ റോഷ്നി രജി കുറച്ചു കാലം ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ കേട്ടോ, ക്ലാസ്സിൽ, ഫ്രീ ക്ലാസ്സിൽ പങ്കെടുക്കും. എനിക്ക് വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാർ, യെസ് ഹലോ സാർ. ആശ്മി, നമസ്കാരം. നെറ്റ് ഇഷ്യൂ പറഞ്ഞായിരുന്നു കേൾക്കാൻ. ആയിക്കോട്ടെ. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഹോസ്പിറ്റലൈസ് കഴിഞ്ഞിട്ട് ഇപ്പോ 2-3 ആഴ്ചയായിട്ടുള്ള ഷോപ്പ് തുറന്നിട്ട്. ആ ഷോപ്പ് തുറന്നിരുന്നിട്ട് എനിക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു 3 ഡേയ്സ് അല്ല 4 ഡേയ്സ് ആയിട്ട് എനിക്ക് നല്ല വർക്കുണ്ട്. ഇന്നിപ്പോ ഞാൻ രാവിലെ പോയിട്ട് ഇപ്പൊ ജസ്റ്റ് 8:50 ആയപ്പോ ഞാൻ വന്ന് കേറി വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത്. നല്ല തിരക്കായിരുന്നു. വർക്കുകൾ വന്നു തുടങ്ങി. എനിക്ക് പോയ വർക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ വെരി ഗുഡ്. അതിലേറെ ഒരു കാര്യമുള്ളത്, ഇന്ന് ഞാൻ 50,000 രൂപയുടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, വേറൊരു വ്യക്തിക്ക് കൊടുക്കേണ്ടതായിരുന്നു. അത് ആള് ഇന്നലെ വന്ന് ഭയങ്കര ഷൗട്ട് ചെയ്തൊക്കെ പോയി. ഭയങ്കര ടെൻഷനും പ്രശ്നമൊക്കെ ആയിട്ട് ഇരുന്നു. ഞാനത് വിട്ടു പിന്നെ. പക്ഷെ ഇന്നിപ്പോ വേറൊരാള് മുഖേന എനിക്ക് ആള് 1 മാസത്തേക്ക് കൂടിയിട്ട് ഡേറ്റ്, ഒരു 40 ദിവസത്തേക്ക് ഡേറ്റ് കൂട്ടി തന്നിട്ടുണ്ട്. വെരി ഗുഡ്. 40 ദിവസം കൊണ്ട് നമുക്കത് കച്ചവടത്തിന് തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ, ഇവിടെ ഒന്ന് ശ്രമിച്ചാൽ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായിട്ടും. ടെക്നിക്കുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? സാറ് മെഡിറ്റേഷനും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? സാറ് പറഞ്ഞ അഫർമേഷൻസും വാട്ടർ ടെക്നിക്കും അതൊക്കെ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലുണ്ടോ? ഇല്ലില്ല, ചേർന്നിട്ടില്ല. എനിക്ക് ഇതിന്റെ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു വിഷയമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പുറത്ത് ബാങ്കിലേക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കണായിരുന്നു. അപ്പൊ നാളെ മോൻ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ. മറ്റന്നാളാണ്, നാളെയല്ലേ? നാളെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ക്ലാസ് ചേർന്നുള്ളത്. അതിൽ ഒരു ടെക്നിക്ക് തന്നെ നിങ്ങൾക്ക് 50,000 എത്തിക്കാൻ പറ്റും. ഒറ്റ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ഫസ്റ്റ് ഞാൻ തരുന്ന ടെക്നിക്ക് ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് 40 ദിവസം ഒന്നും വേണ്ട നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കേട്ടോ. 2020 മെഡിറ്റേഷൻ ആണോ? അല്ലല്ല, നാളെ ഇത് തുടങ്ങുന്നുണ്ട് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ബാച്ച്. ടെക്നിക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് മതിയാവും. ഓക്കെ, താങ്ക് യു സർ. 2020 അത് കഴിഞ്ഞിട്ട് ചെയ്യാം. 2020 നമ്മൾ 27-ാം തീയതി മറ്റേ തുടങ്ങുള്ളൂ. ക്രിസ്മസ് കഴിയട്ടെ എന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നോക്കട്ടെ, ക്രിസ്മസ് 2020 ആൾക്കാർ ചോദിക്കട്ടെ. 2 ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കാവുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു. 2020 അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അതിന് മുമ്പേ 3 ദിവസമല്ലേ ഉള്ളൂ, 3 ദിവസം തീർക്കാം. എന്തായാലും നോക്കൂ കേട്ടോ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സർ. ഓക്കെ, സിറ്റുവേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്തു. കുറെ നാളെ കിട്ടാനുള്ള 2,000 രൂപ ലഭിച്ചു. താങ്ക് യു സംഗീത, വെരി ഗുഡ്, താങ്ക് യു. ഐ എം സജീവ്. ഞാൻ മുമ്പ് വിളിച്ചിരുന്നു. ഞാൻ സ്കൂളിന്റെ പ്രിൻസിപ്പലാന്ന് പറഞ്ഞു സാർ, പറയൂ സാർ. എനിക്കിപ്പോ ഏത് കോഴ്സാണ് കൂടുതൽ? ഞാൻ ഇപ്പോ 2020 ആണോ അത് ഇപ്പോ 26-ാം തീയതി തുടങ്ങുന്നുണ്ടെന്ന് അഡ്മിൻ പറഞ്ഞിരുന്നു. അതിനാണോ ചേരേണ്ടത്? അത് ഏതാണ് ഞാൻ ചേരേണ്ടതെന്നാണ്. നമുക്ക് 2020 അതൊരു മെഡിറ്റേഷൻ ആണ്. ധനാകർഷണ മെഡിറ്റേഷൻ ആണ് സംഭവം. 3 ദിവസം കണ്ടിന്യൂസ് ചെയ്യുന്നത്. ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. 3 ദിവസമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ നമ്മൾ കോഴ്സിലൂടെ കടന്നു പോകുന്നതായിരിക്കും നല്ലത്. ഫുൾ ടൈം കോഴ്സ്, ഇപ്പൊ നമ്മളെ ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ പോലുള്ള വലിയ കോഴ്സുകളിലൂടെ ഡെയിലി പ്രാക്ടീസുകളിലേക്ക് കടക്കുക. അപ്പൊ ഇതൊക്കെ ചെറിയ ഈ സാധനങ്ങൾ, ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ടെക്നിക്കുകൾ, ഈ 2020 മെഡിറ്റേഷൻസ്, പിന്നെ നമ്മുടെ ഈ ഇപ്പൊ ജേർണി ടു ഹാപ്പിനെസ് അത് 10 ഡേയ്സ് മിറാക്കിൾ, ഇതൊക്കെ ഒരു എന്താ പറയുക ടെമ്പററി ഒരു ടെക്നിക്ക് പോലുള്ള സാധനങ്ങൾ. അപ്പൊ ചിലപ്പോൾ മൈൻഡ് ഫുള്ളി നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഫുൾ കോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെയാണ് ബ്ലോക്കേജുകളൊക്കെ റിമൂവ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊക്കെ. അത് അതാണ് കൂടുതൽ
ബ്ലോക്കേജുകൾ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങൾ മണി പറയുന്നത്. മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ജേർണി ടു ഹാപ്പിനെസ്സും ലോ ഓഫ് അട്രാക്ഷനും മണി മാനിഫെസ്റ്റേഷൻ 3 കോഴ്സ് കമ്പൈൻ ആയിട്ടാണ് ഉള്ളത്. അത് എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് മാത്രം എടുത്ത് നിങ്ങൾ ബ്ലോക്കേജുകളെ റിമൂവ് ഇംപ്യൂരിറ്റീസിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് ടെക്നിക്കൽ ഉപയോഗിക്കുമ്പോൾ വർക്കൗട്ട് ആവും. സാർ പറ്റുമെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ ഈ വീക്കിലേക്ക് ഒരു ദിവസം നമുക്ക് നേരിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു. അപ്പൊ നിങ്ങളെ കൂടുതൽ എവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുന്ന ആസ് എ പ്രിൻസിപ്പൾ എന്നതിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നമുക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ശരി ശരി, ഓക്കെ അങ്ങനെ സാർ. ആയിരിക്കും. അപ്പൊ അതെന്നാ നമുക്ക് സാറിന് സൗകര്യം എന്നിട്ട് ഉണ്ടാവുക? ഞാൻ കൃത്യമായി പറയാം സാർ എന്ത് മെത്തേഡാ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ 20-ാം തീയതി മുതൽ ഹോളിഡേയ്സ് ആണ്, ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്. അല്ല എന്റെ സമയമാണ് വിഷയം. സാറ് എങ്ങനെ ആ അഡ്ജസ്റ്റ് ചെയ്യാൻ അതെ. അപ്പൊ 2 സാറിന്റെ ഏതാ വീക്കിലേക്ക് എന്നാ സൗകര്യം എന്ന് വെച്ചാൽ സാറ് പറഞ്ഞാൽ മതി. ഞാൻ ഒന്ന് അതനുസരിച്ചിട്ട് അഡ്മിനെ ഞാൻ വിളിച്ച് പ്ലാൻ ചെയ്യും. ചോദിച്ചോളൂ ഈ വീക്കിലേക്ക് എത്രയാണ്. ഞാൻ ഈ വീക്ക് ഒരു ട്രാവലിംഗ് കൂടി ഉണ്ട്. അപ്പോ ഈ വീക്കിൽ എവിടെ ടൈം ഉണ്ടെന്ന് ചോദിച്ചിട്ട് സാർ അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, ഈ വീക്കിൽ അപ്പൊ ഞാൻ വിളിച്ചോളാം സാർ. ഓക്കെ, താങ്ക് യു. നാളെ ഹലോ സർ. മെഡിറ്റേഷൻ, നാളെ മോർണിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. നാളെ തുടങ്ങുന്ന കോഴ്സ് ഹലോ അല്ലേ? സർ. താങ്ക് യു. എന്താ പറയാനുള്ള പ്രത്യേകം പെട്ടെന്ന് പറയാനുള്ള പറഞ്ഞോളൂ. നമുക്ക് ക്ലാസ്സിന്റെ സമയമായി, ലേറ്റ് ആവും. ഹലോ, യെസ് പറയൂ. ഞാൻ ആദ്യമായിട്ടാണ് സാറേ പറയൂ. 5 ദിവസമായി സാറിന്റെ വീഡിയോ കാണുന്നു. 8 മണിയാകുമ്പോ തീർൂലേ? അതിനുശേഷമാണ് അജിത പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. തീർൂലടാ. ഇന്ന് ജോയിൻ ചെയ്തത്. പക്ഷെങ്കിൽ ഞാൻ അഡ്മിനെ വിളിച്ചു. അപ്പൊ അവരോട് ചോദിച്ചെന്നാ ചെയ്യേണ്ടത്. അപ്പൊ കോണ്ടാക്ട് ചെയ്യേ 2000. പക്ഷെ അതിനുള്ള എന്നാലും സാറിന്റെ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് പൈസന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഓക്കെ ശരി, നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലായി. നിങ്ങൾ കുറച്ച് ദിവസം കൂടി ക്ലാസ് കണ്ടിട്ട്, ക്ലാസ് ഇരുന്ന് പ്രീ സെഷൻ ആണല്ലോ, കാണൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ കുറെ ടെക്നിക്കുകൾ ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അപ്പൊ മാറ്റങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഇന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നൊരു ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. എന്താണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ക്യാപ്ഷൻ? ഞാൻ തന്നെ മറന്നുപോയി, ഒരു മിനിറ്റ്. ഇതേവിടെ പോയി? ഓക്കെ, നമ്മുടെ പഴയ രീതി എല്ലാം കൃത്യമായി അതുപോലെ തന്നെ വരണ്ടേ അല്ലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം അവനവനിൽ ഉണ്ടാക്കാനും, ഒന്നുകൂടി പറയാം, മാറ്റം അവനവനിൽ ഉണ്ടാക്കാനായി മാത്രം തയ്യായവർ അവരുടെ സന്തോഷത്തോടു കൂടി ആ ഗുളിക എടുത്ത് കഴിക്കുക. ഒരു ഗുളിക നമ്മളോട് വെച്ചിട്ടുണ്ട്, എപ്പോഴും ക്ലാസ് തുടങ്ങുന്ന മുതൽ എടുത്ത് കഴിച്ചോളുക. എന്താണ് ആ ഗുളിക? പോരട്ടെ, ഫാസ്റ്റ് പോരട്ടെ. 300ഓളം ആൾക്കാരുണ്ട്. 300 ഗുളികകൾ ഇപ്പൊ പോവും. നാളെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരോടും ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നമ്മുടെ ഈ ക്ലാസ് കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഗുളിക എടുത്ത് ആദ്യം കഴിക്കുക. ആ ഗുളികയുടെ പേരാണ് ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഐ എം ഹാപ്പി ആൻഡ് റെഡി. 2 ഗുളിക ഒന്നിച്ച്. നിങ്ങൾ പണ്ട് കണ്ടിട്ടില്ലേ, നമ്മൾ ടാബ്ലറ്റ്സ് മേടിക്കുമ്പോൾ ചുവന്നതും വെള്ളയും കൂടി ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഗുളികകൾ, പണ്ടത്തെ പ്ലാസ്റ്റിക് ഗുളികകൾ? അതുപോലെ ഒരു സൈഡിൽ ഹാപ്പി, ഒരു സൈഡിൽ റെഡി. ഇത് രണ്ടും കൂടി വെച്ച ഗുളിക കഴിക്കുക, എന്നിട്ട് തുടങ്ങുക. ഇതാണ് ഇവിടുത്തെ, നേരത്തെ ആരും പറഞ്ഞില്ലേ, റോഷ്നി പറഞ്ഞു ട്രിക്ക്. ഇതാണ് നമ്മൾ ട്രിക്ക് കേട്ടോ. ഇങ്ങനെയുള്ള ട്രിക്കുകൾ എടുത്തിട്ട് നമ്മൾ ആദ്യം കഴിക്കും, എന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ നടക്കും. ഇതിങ്ങനെയുള്ള പരിപാടികളാണ്. ഇതൊക്കെ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ അസുഖം മാറുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മാറില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് മറ്റേ സെതസ്കോപ്പ് ഒക്കെ മേടിച്ച് വെച്ചോണ്ടിരിക്കും. ഞാൻ ഡോക്ടറാണ്. ഇതിനാണ് നമ്മുടെ മനസ്സിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അപ്പൊ സെതസ്കോപ്പ് വർക്ക് ചെയ്യില്ല. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഊർജം കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഇത് കഴിച്ചവർക്ക് മാത്രമുള്ള ക്ലാസ് ആണ് എന്ന് ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകാം, അധിക സമയം എടുക്കില്ല ക്ലാസ്സിൽ, കാരണം അധിക സമയം എടുക്കേണ്ട ക്ലാസ് അല്ല. ഇതെല്ലാം ആയവരാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ. 5 മിനിറ്റിൽ അത്ഭുതത്തിന് നിങ്ങൾ റെഡി ആണെന്നാണ് ഈ പറഞ്ഞത് അല്ലെ. 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? വെറുതെ ദിനേശ് സാർ ഇവിടെ വന്നിട്ട് ഓരോ കാര്യം പറഞ്ഞു പോകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് 5 മിനിറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാക്കാൻ പറ്റുമെന്ന്?
യെസ്, യെസ്. യെസ്, യെസ്. ഉണ്ണികൃഷ്ണൻ ഇന്ന് എത്ര പെഗ് അടിച്ചു ഇവിടെ വരുമ്പോ? 1 പെഗോ? 1 3? സത്യം പറയണം എന്നോട്. ഓക്കെ, ഇത് ഇരിക്കരുത് കേട്ടോ, അങ്ങനെ വന്നിട്ട് ഇരിക്കരുതേ. ഓക്കെ, 1 മിനിറ്റ് 5 മിനിറ്റിൽ അത്ഭുതം നടത്താനാണ്. പക്ഷേ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്നും പേപ്പറും ഉണ്ടോ? പുസ്തകമുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ എല്ലാരും മുമ്പിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക നിങ്ങളിൽ അത് സംഭവിക്കാൻ. ലളിതമായ കാര്യമാണ്, പക്ഷേ ഒറ്റ കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ പാലിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ നിങ്ങളോട് ഒരു കാര്യം എഴുതാൻ പറയുന്നു, വേറൊന്നുമല്ല. ഇപ്പോൾ ഒറ്റ ചോദ്യം, അതിന് ഒറ്റ ഉത്തരം നിങ്ങൾ എഴുതണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആലോചിക്കരുത്. എനിക്കെന്റെ ലോൺ അടച്ചു തീർക്കണം എന്ന് എഴുതരുത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് കൃത്യമായി ആ പുസ്തകത്തിൽ എഴുതുക. അങ്ങനെയൊന്നും പറയരുത്. ഹാപ്പി വേണം, മണി വേണം, സമൃദ്ധി വേണം, ഇങ്ങനെയൊക്കെ പറയരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം നിറഞ്ഞിരിക്കുന്ന ഹാപ്പി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സാധനമാണ്, നിങ്ങൾ എടുക്കാത്തത് കൊണ്ടേ ഉള്ളൂ. സമൃദ്ധി എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ എടുക്കാത്തേ ഉള്ളൂ. ലക്ഷ്യം എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എടുക്കാത്തേ ഉള്ളൂ. മണി, സമാധാനം, ഇതിങ്ങനെ നിറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എടുക്കാൻ. നിങ്ങൾക്ക് എത്ര വേണം ഇതിനകത്ത്? ഇവിടെ കുമ്പാരക്കണക്കിന് മണിയുണ്ട്, നിറഞ്ഞിരിക്കുന്ന അബൻഡൻസ് ഓഫ് സമാധാനമുണ്ട്, അബൻഡൻസ് ഓഫ് സമൃദ്ധി ഉണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഫൈനാൻഷ്യൽ ഫ്രീഡം ഇവിടെ ആർക്കല്ല, അത് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്താണ്? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇല്ല, ജീവിത വിജയം എന്നൊന്നും പറയുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റില്ല. ഇതൊന്നും ഒരു സിംഗിൾ പോയിന്റ് അല്ല. ഇപ്പൊ നിങ്ങളോട് ദൈവം പ്രത്യക്ഷപ്പെടുകയാണെന്ന് കരുതിക്കോ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചോദിക്കുകയാണ് 2 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം, കൃത്യമായി ചോദിക്കണം. എന്താണ് നിനക്ക് ആവശ്യം? അപ്പൊ പറയണം എന്റെ ജീവിത വിജയം വേണം. ഇപ്പൊ എന്താ വത്സേ നിന്റെ ജീവിതം വിജയിച്ചില്ലേ എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് ആരോഗ്യം വേണം. എന്താ നിങ്ങൾക്ക് ഇപ്പൊ ആരോഗ്യമില്ലേ? ആരോഗ്യമില്ലാതെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇല്ല. അപ്പോ എല്ലാവർക്കും പണം മാത്രം വരും, 1 കോടി 2 കോടി. ഓക്കെ, സമാധാനം വേണം. സമാധാനം, പണം മാത്രം പോരട്ടോ. നിങ്ങൾ പറഞ്ഞ പണം മാത്രം എഴുതരുത്. ഞാൻ ഒരാൾ പറഞ്ഞ പോലെ ബ്ലേഡ് കമ്പനിക്കാരൻ അല്ലെ, ബ്ലേഡ് ബിസിനസ് ചെയ്യുന്നവനും പണക്കാരനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ അവൻ എന്താ പറയാ അങ്ങനെ പറയുന്നതില് അവരെല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത്. പണമല്ല പ്രധാനം, സമ്പത്താണ് പ്രധാനം. നമുക്ക് പണത്തെക്കാളും മൂല്യമുള്ളതാണ് സമ്പത്ത് എന്നുള്ളത് പറയുന്നു. ജോബ്, എവിടെയൊക്കെയാണ് ജോലി വേണമെന്ന് പറയുന്നു, പൈസ വേണമെന്ന് പറയുന്നു, ഹാപ്പിനെസ് വേണമെന്ന് പറയുന്നു. ഇതിന്റെ തോത് എന്താണ്? ഇവിടെയാണ് പ്രധാനമായിട്ടും വിഷയം കിടക്കുന്നത്. ഡിസംബർ മാസത്തെ വരുമാനം 1 ലക്ഷം രൂപയാണ്. ഓക്കെ, അത് അവിടെ തന്നെ നിൽക്കട്ടെ. GK പറഞ്ഞത് ഡിസംബർ മാസത്തെ വരുമാനം 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഡിസംബർ മാസത്തിൽ 20 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ പൂർണ്ണ സമാധാനമാകുമോ? നിങ്ങൾക്ക് ഒരു നിമിഷം ഇരിക്കാൻ പറ്റാതെ 24 മണിക്കൂർ ഓടിച്ചിട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? പറ്റുമോ? നടക്കുമോ? ഇവിടെയാണ് നമുക്ക് കൃത്യമായ ലക്ഷ്യബോധമില്ല, കൃത്യമായ പ്ലാനിങ് ഇല്ല എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കലാണ് ഒന്നാമത്തെ ഘടകം. അത് ഉണ്ടാക്കിയെടുക്കണം. അതിനെ നമ്മൾ കൃത്യമായി നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യണം. ഡിസംബർ മാസത്തിൽ എനിക്ക് 1 ലക്ഷം രൂപ വേണമെങ്കിൽ അതിന്റെ മുന്നും പിന്നും ചില കാര്യങ്ങൾ ചേർത്ത് പോകണം. ആ ചേർത്ത് പോയിട്ട് നിങ്ങൾ ആ ഒരു തുകയെ നിശ്ചയിക്കൂ, അത് നടന്നിരിക്കും. ഇവിടെയാണ് എല്ലാവർക്കും ഈ ജീവിതത്തിൽ വിജയിച്ചവരും തോറ്റവരും തമ്മിലുള്ള വ്യത്യാസം. വിജയിച്ചവർക്ക് വ്യക്തതയുണ്ടാവും, അവർക്കെല്ലാം ക്ലാരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്, നിശ്ചയമാണ്. എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറയുന്നു. പണക്കാരനും സമ്പന്നം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ്, ഇവിടെ അല്ല. അപ്പോ നമുക്ക് വ്യക്തതയുണ്ടോ, വ്യക്തമായ ഒരു കാര്യമുണ്ടോ, അത് നിങ്ങൾ എഴുതുക. 5 മിനിറ്റിൽ സംഭവിച്ചിരിക്കും നിങ്ങൾക്ക് വ്യക്തം. എനിക്ക് ബിസിനസ് വേണമെന്നൊക്കെ പറയരുത്. ബിസിനസ് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, എന്നിട്ട് അത് എഴുതും. ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. അല്ലെ, ഒരു ടെസ്റ്റ് വേണോ നിങ്ങൾക്ക്? ഉദാഹരണം വേണം? അത് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? വസ്തു കുറച്ച് വേണം. ഇതൊന്നും ക്ലിയർ ആവില്ല. വസ്തു കുറച്ച് വേണമെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. പല വസ്തുക്കൾ. വിസ വേണം, നടക്കൂല. അങ്ങനത്തെ ക്ലാരിറ്റി വേണ്ട. 3 കോടി രൂപ, ഓക്കെ ശരി. 3 കോടി രൂപ എപ്പോ വേണം? ലെഫ്റ്റും റൈറ്റും ചേർക്കൂ, ഡേറ്റ് ഫിക്സ് ചെയ്യൂ. ജോലി വേണം, എന്ത് ജോലി വേണം, എവിടെ വേണം, എത്ര രൂപ ശമ്പളത്തിൽ വേണം, എങ്ങനെയുള്ള ജോലി വേണം, ഇത് കംപ്ലീറ്റ് ആവണം. കൃത്യമായ ലക്ഷ്യബോധം വേണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം. അപ്പോ നിങ്ങളുടെ ചെറുപ്പകാലവും കിട്ടുമോ? ചെറുപ്പകാലം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? സീനത്തെ 30/12/2024 3 ലക്ഷം രൂപ 10 മണിയാകുമ്പോൾ കിട്ടിയതിന് 10 മണിയാകുമ്പോഴേക്കും കിട്ടിയതിന് ദൈവത്തിൽ പ്രപഞ്ചത്തിനും നന്ദി പറയുന്നു. ഇതാണ് വേർഡ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുതുകൊണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം ഫിക്സ് ചെയ്യാൻ പറ്റും? ഒരു പുതിയ വീട്, ഏത് വീട് വേണം? എത്ര ആയിരം വീടുകളുണ്ട്? എത്ര ആയിരം ടൈപ്പ് വീട് വേണം? ഓക്കെ, അതും കറക്റ്റാണ്. വിൽപ്പനക്ക് വെച്ച വീട് മാസത്തിൽ സെയിലാണ്, എത്ര രൂപയ്ക്ക്? വ്യക്തതയില്ല. വ്യക്തത വേണം, ക്ലാരിറ്റി കൊണ്ടുവരൂ. എങ്കിൽ മാത്രം 5 മിനിറ്റ് കൊണ്ട് നടക്കുള്ളൂ. ശരിയായോ? നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ പറഞ്ഞു, നിങ്ങളൊന്ന് വ്യക്തമായിട്ട് എഴുതിയതൊന്നും ഒരു ഒറ്റയെണ്ണം മാത്രമേ ശരിയുള്ളൂ. ബാക്കി എല്ലാം കറക്റ്റ്. ഇതാണ്, എനിക്ക് 50 ലക്ഷം രൂപ ജനുവരി 25-ന് മുമ്പ് കിട്ടിയതിന് പ്രപഞ്ച സത്യങ്ങൾക്ക് അന്ന് പറയുന്നു. ഓക്കെ, അത് കറക്റ്റാണ്. അങ്ങനെ എഴുതും. 3 മാസത്തിനുള്ളിൽ ഞാൻ എടുത്ത പ്രൊജക്ട് വൻപിച്ചു. ഓക്കെ, വെരി ഗുഡ്. 3 മാസത്തിനുള്ളിൽ ആ ഡേറ്റ് എഴുതൂ. പിന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ ആ ഡേറ്റ് എഴുതി വെക്കൂ. 3 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ജനുവരി 15-ാം തീയതി 10 ലക്ഷം രൂപ, ഡിസംബർ എനിക്ക് ഒരു പ്രിന്റർ ഈ മാസം കിട്ടിയത് നന്ദി. ഓക്കെ, ശരി. രമാദേവി, തഥാസ്തു തഥാസ്തു തഥാസ്തു. ജനുവരി 31-ന് മുമ്പിൽ 15 ലക്ഷം കിട്ടിയെന്ന് അങ്ങനെ എഴുതൂ. അങ്ങനെ ഇപ്പോഴാണ് കാര്യം. നിങ്ങൾ കാശ് മാത്രം ആലോചിക്കല്ലേ, ബാക്കി കാര്യങ്ങളിലൂടെ ആലോചിക്കണേ. സർ, ജീവിതത്തിൽ എനിക്ക് എന്നും സന്തോഷം വേണം. സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്ന സാധനം. നിങ്ങളെ സന്തോഷമാണ് നിന്നാ മതിയല്ലോ. ഓക്കെ, ഇനി ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഇത്ര ആളില്ല. ഇത് നിങ്ങളൊന്ന് വ്യക്തമായി എഴുതുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ നിങ്ങൾ വ്യക്തമായി ഒന്ന് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രമാത്രം കൃത്യമായി ഒരു പേപ്പറിലേക്ക് എഴുതുക. എഴുതിയതിനു ശേഷം ഞാനിപ്പോ പഠിപ്പിക്കുമ്പോൾ 5 മിനിറ്റിൽ കൂടുതലൊക്കെ ആവട്ടെ, സ്വാഭാവികമാണ്. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ 5 മിനിറ്റ്, കാരണം നിങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പോഴൊക്കെ നിങ്ങൾ ഇതെല്ലാം എഴുതി തയ്യാറാക്കിക്കൊള്ളണം. പ്രാക്ടീസ് 5 മിനിറ്റിനകത്ത് തീരും പ്രാക്ടീസ്. അത്രേ ഉള്ളൂ. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളിത് വ്യക്തമായ ഒരു പേപ്പറിൽ എഴുതുക. എഴുതിയതിനു ശേഷം അത് കൃത്യമായി നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇന്നതാണ് എനിക്ക് എന്നുള്ളത് കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാറം വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ മറ്റ് അലാറമോ സ്റ്റോപ്പ് വാച്ചോ എന്തെങ്കിലും മൊബൈലിൽ വെക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഇതിൽ 5 മിനിറ്റ് എന്നുള്ള ഒരു ടൈമർ വെക്കുക. അത് വെച്ചതിന് ശേഷം കണ്ണുകൾ അടക്കുക, പൂർണ്ണമായി പ്രാർത്ഥനയ്ക്ക് തയ്യാറാകും. കണ്ണുകൾ അടച്ച് പൂർണ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ സംഭവം നിങ്ങൾക്ക് ലഭിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കണ്ണടച്ച് ഒരു ചെറിയൊരു മ്യൂസിക്, ഞാൻ ഇപ്പോൾ ഒരു മ്യൂസിക്, അതിന് വേണ്ടി ഒരു മ്യൂസിക് 313 കറക്റ്റ്, അതേ മ്യൂസിക്, സെയിം ഫ്രീക്വൻസി മ്യൂസിക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരും. ആ മ്യൂസിക്കിൽ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആ മ്യൂസിക്കിൽ ശുദ്ധമായി ഒന്ന് ലയിച്ചുകൊണ്ട് എന്താണോ ആ ലക്ഷ്യം അതിൽ അനുഭവിക്കുക. അത് കൃത്യമായി അനുഭവിക്കുക. ഒരു എക്സാം എഴുതി റിസൾട്ട് ആണെങ്കിൽ ആ എക്സാമിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീലിംഗ്, അയ്യോ ഒന്നുമില്ല എന്നാണെങ്കിൽ അങ്ങനെ സന്തോഷമാണ് സന്തോഷം. നിങ്ങൾക്ക് എന്തായിരിക്കും അത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ്, അത് നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കണം. ഇത് കൃത്യമായി വിഷ്വലൈസ് ചെയ്ത് അനുഭവിക്കുക. 5 മിനിറ്റ് നേരം അത് തന്നെ അനുഭവിക്കുക.
കുറേ ചിന്തകൾ വേറെ ഉണ്ട്, അവരോടൊക്കെ പറയാ തൽക്കാലം മാറി നിൽക്കും, 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാന്ന് പറയാ. കിച്ചണിൽ പല പണികളുണ്ടാവും, അതിനൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് 5 മിനിറ്റ് ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുക. കഴിയുന്നത് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന എവിടെയാണോ അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ ചുവട്ടിലോ എവിടെയോ തേങ്ങ വീഴുന്നോ പോകാതെ സൂക്ഷിക്കണം. അങ്ങനത്തെ സ്ഥലത്തോ പോയി സ്വസ്ഥമായി ഇരിക്കുക, ഒരു ഇതുമില്ലാതെ സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം ഈ മ്യൂസിക് വേണമെങ്കിൽ ചെവിയിൽ, മ്യൂസിക് ഉണ്ടെങ്കിൽ മ്യൂസിക്, ഇല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ അതുപോലെ വിഷ്വലൈസ് ചെയ്യുക. ചെയ്ത് അവിടെ തന്നെ 5 മിനിറ്റ് ഇരിക്കുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പൊക്കോളാം. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും. എത്ര സമയം എന്നല്ലേ, നിങ്ങൾ ആ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് അത് സംഭവിച്ചു. ഇത്രയും ഇരിക്കുക. അത് ഓരോന്നും ചില നിങ്ങളുടെ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. പെട്ടെന്ന് സംഭവിക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്നു, 1 ദിവസം കൊണ്ട് സംഭവിക്കുന്നു, ഒക്കെ നിങ്ങളുടെ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇനി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ബ്ലോക്കേജുകൾ മാറ്റണം, വിഷ്വലൈസേഷൻ പവർ ഉണ്ടാക്കണം. അതിന് മെഡിറ്റേഷനും മറ്റെല്ലാ കാര്യങ്ങളും കടന്നുപോയി നമ്മൾ വിഷ്വലൈസേഷൻ പവർ ഉണ്ടാക്കണം. വിഷ്വലൈസേഷൻ ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. ഒന്നുകൂടി പറയുന്നു, പക്ഷെ ഇതെല്ലാവരെ കൊണ്ടും പറ്റും. കാരണം നമ്മൾ ഇവിടെ പഠിപ്പിച്ച ഓരോ ടെക്നിക്കുകളും കേട്ടിട്ട് ആൾക്കാര് അമേസിങ് റിസൾട്ടുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇപ്പോ എല്ലാവരും തയ്യാറാണെങ്കിൽ 5 മിനിറ്റ് നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകാം. നിങ്ങളുടെ ലക്ഷ്യം എഴുതി വെച്ചോ, കൃത്യമായി വെട്ടിയവരൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കൃത്യമായി എഴുതി വെക്കുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം. സമ്പത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ബാക്കിയെല്ലാം എഴുതാട്ടോ, ബന്ധങ്ങൾ എഴുതാം, എക്സാം എഴുതാം, മറ്റെന്തും എഴുതാം. എല്ലാവരും സമ്പത്തിൽ മാത്രം പിടിച്ചു നിൽക്കരുത്. സമ്പത്ത് ഒരു ഘടകം മാത്രമാണ്. എത്ര വേണമെങ്കിൽ എഴുതാം. നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ എത്രത്തോളം ഉണ്ട് അത്രയും എഴുതാം. പക്ഷെ ഇത് ഒരാൾക്ക് എത്ര എണ്ണം ഒരു സമയത്ത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? 1 or 2 കാര്യമല്ലേ പറ്റുള്ളൂ. അങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുന്നത്രയും നിങ്ങൾ ചെയ്യുക. അപ്പോൾ റെഡി ആണെങ്കിൽ എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് ആ ഒരു സംഭവത്തിലേക്ക് പോകാം. വിഷ്വലൈസേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യാം. വിഷ്വലൈസേഷനിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ നിങ്ങളുടെ പുസ്തകത്തിൽ? റെഡി? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? ക്വിക്കായിട്ട് പോവാണേ. ഇനി ഓക്കെ, ഒരു ബ്രീത്തിങ്. എല്ലാവരും സ്വസ്ഥമായി ഒന്നിരിക്കുക. എവിടെയാണോ ഇരിക്കാൻ പറ്റുന്നത് അങ്ങ് സ്വസ്ഥമായി ഒന്നിരിക്കുക. സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. ഒന്ന് നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. നോർമൽ ആയിട്ടുള്ള ശ്വാസോച്ഛ്വാസം റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. റിലാക്സേഷന് വേണ്ടി നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ഒരു 3 തവണ ബ്രീത്ത്, നന്നായിട്ട് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നന്നായി ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ഇനി സ്വസ്ഥമായി നിങ്ങളുടെ ശരീരം പൂർണ്ണമായ സ്വസ്ഥതയിലേക്ക് പോകുന്നതായിട്ട് അനുഭവിക്കുക. പൂർണ്ണമായ സ്വസ്ഥതയിലേക്ക് പോവുകയാണ് നിങ്ങൾ. ഇനി നമ്മൾ പേപ്പറിൽ എഴുതി വെച്ച ആ ലക്ഷ്യത്തെ ഒന്നുകൂടി മനസ്സിൽ കൊണ്ടുവരിക. ആ ലക്ഷ്യത്തെ പൂർണ്ണമായി മനസ്സിൽ കൊണ്ടുവരിക. അത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉണ്ടാകുന്നത് ആ അവസ്ഥ, ആ നിങ്ങൾ എഴുതിയ ആ ലക്ഷ്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, ആ സിറ്റുവേഷൻ മനസ്സിൽ കൃത്യമായി കാണുക. മനസ്സിൽ കൃത്യമായി കാണുക. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദലപ്തി ഉണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിലായിരിക്കുമല്ലോ നമ്മൾ. ആ സന്തോഷത്തെ മനസ്സിൽ കൃത്യമായി അനുഭവിക്കുക. കൃത്യമായി ഒന്ന് അനുഭവിക്കുക.
അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിലൊക്കെ ചില വിറലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കാം. അത് സ്വാഭാവികമാണ്. ആ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് വ്യക്തമായ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചില എനർജിയൊക്കെ മാറിയെന്ന് വരാം. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ ഊർജത്തിൽ നിങ്ങൾ കയറുകയും ചെയ്യുമ്പോൾ ആ ഊർജം നിങ്ങളിൽ സന്നിവസിക്കുകയാണ്. നിങ്ങളുടെ ശരീരം നല്ല സന്തോഷത്തിൽ, ആ ലഭിച്ചാൽ ഉള്ള ആഹ്ലാദത്തിൽ, ആ സിറ്റുവേഷൻ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അനുഭവിക്കുകയാണ്. അവരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ പണം നിങ്ങളുമായി ബന്ധം, നിങ്ങളിലേക്ക് പണം എത്തിക്കൊണ്ട അവസ്ഥ, ISMS നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തുമ്പോഴുള്ള അവസ്ഥ, അതൊക്കെ ഉണ്ടാകുമ്പോഴുള്ള അനുഭവം ഉണ്ടല്ലോ. ആ അനുഭവത്തിൽ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും തേജസ് ഉള്ളതാക്കുന്നു. വളരെ ശക്തമായ ഒരു തേജസ് നിങ്ങളിൽ നിറയുന്നു. ഞാൻ ആഗ്രഹിച്ച ആ കാര്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായി എനിക്ക് എന്ന് ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എൻ്റെ കൺമുന്നിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പൂർണ്ണമായും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരവും മനസ്സും എല്ലാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഊർജ്ജസ്വലനാണ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും ഞാൻ ആ സന്തോഷത്തെ, ആ ആഗ്രഹിച്ച കാര്യത്തെ, ആ അനുഭവത്തെ ഞാൻ കൃത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സന്തോഷത്തിന്റെ അതിർപ്പുണ്ട്, അത് ഇങ്ങനെ നിറപൊട്ടി ഒഴുകുകയാണ്. മനോഹരമായ കാര്യമാണ്, വളരെ മനോഹരമായ കാര്യം. ഓരോ ആളും ഓരോരോ ആഗ്രഹത്തെ മാത്രം സെറ്റ് ചെയ്യുക. സന്തോഷത്തോടു കൂടി, ആത്മസന്തോഷത്തോടു കൂടി തിരിച്ചു വരാൻ തയ്യാറാവുക. താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി എന്ന ആ അനുഭവത്തിലൂടെ തിരിച്ചു വന്നോളൂ. കം ബാക്ക്. ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കം ബാക്ക്. എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി നിങ്ങളത് അനുഭവിച്ചാൽ മതി. ഓരോ നിമിഷവും നിങ്ങളത് അനുഭവിക്കുക. താങ്ക് യു. ഇത് തോന്നുന്നുണ്ടാവും, എന്താണ് പുതിയതായി വന്നവർക്ക് തോന്നുന്നുണ്ട് ഇതെന്താ അവിടെ സംഭവിക്കുന്നത്? ഒന്നുമില്ല. നമ്മൾക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ചിന്തകൾ വികാരങ്ങളായി മാറുന്നു. വികാരങ്ങൾ നമ്മുടെ ബിഹേവിയറായി മാറുന്നു. ബിഹേവിയർ യാഥാർത്ഥ്യമായി മാറുന്നു. ഇതാണ് പ്രധാന തത്വം. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചു നിങ്ങളുടെ ലക്ഷ്യത്തെ പറ്റിയിട്ട്, അതിനെ വികാരവൽക്കരിക്കാൻ സാധിച്ചു, അതിനെ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾ വികാരവൽക്കരിച്ചു. ഇനി നിങ്ങളുടെ ബിഹേവിയറായി മാറണം. അതായത് നിങ്ങൾ അതായി തീരണം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തെ അതായി തീർന്നാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. ഇനിയുള്ള ഇന്നു മുതലുള്ള ഓരോ ദിവസവും നിങ്ങൾ ആരാണ്? 1 കോടിയുടെ ആളാണ്, പണക്കാരനാണ്, അല്ലെങ്കിൽ സമ്പന്നനാണ്, അല്ലെങ്കിൽ JRG എക്സാം എഴുതി പാസ്സായ 2 കുട്ടികളുടെ അമ്മയാണ്, അല്ലെങ്കിൽ എന്താ പറയാ പ്രിന്റർ വാങ്ങിച്ച കമ്പനിയുടെ മുതലാളിയാണ്. അങ്ങനെ എന്തായാലും ഉണ്ടാവും. തീർച്ചയായും വിറയലുണ്ടാവും. ഞാൻ പറഞ്ഞതാണ്. കാരണം ഊർജം നിങ്ങളിൽ മാറുമ്പോൾ അപ്പോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത്രയും ലോ എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. എനർജി കൂട്ടുക തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സാധനങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ആവില്ല. ഇത്രയും കാര്യമാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വിജയിച്ച ആൾക്കാരുടെ എല്ലാവരുടെയും തത്വം ഇതാണ്. അവർ അതിനെ ഫീൽ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ഞാനൊക്കെ ഒരു കസ്റ്റമർ അടുത്ത് ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ആ ഓർഡർ കിട്ടിയ അവസ്ഥയെ പറ്റിയേ മാത്രമേ ഓർക്കാറുള്ളൂ. ഓർഡർ എടുക്കാൻ പോകുന്ന അവസ്ഥയെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കില്ല. ആ ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എങ്ങനെയാണ് ഇത് കൊടുക്കുക, എപ്പോൾ ഡെലിവറി ചെയ്യും, എന്തൊക്കെ ഡെലിവറി, ഞാൻ ചർച്ച ചെയ്യാറോ അത് മാത്രമേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിരിക്കും, പക്ഷെ ഞാൻ ചർച്ച ചെയ്യാറുള്ളത് ഇത് നിങ്ങൾക്ക് എപ്പോൾ ഞാൻ തരും,
ഏത് സമയത്ത് എത്തിക്കും, എങ്ങനെ ഡെലിവറി ചെയ്യും, അതിന്റെ ഡെലിവറി പ്രൊസീജർ, ഇത് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. കാരണം അതെനിക്ക് ലഭിച്ചു എന്ന്. അതുകൊണ്ട് ആ ഓർഡറുകളൊന്നും മിസ്സാകും. മറ്റു ചില ഓർഡറുകൾ ഞാനെപ്പറ്റി ബോധരയില്ല, അത് കിട്ടുകയില്ല. ബോഡി വൈബ്രേഷൻസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി മാറ്റാൻ നിങ്ങൾക്ക് സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. ചിലവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നും പിടികിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടി ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ ടെക്നിക്കുകൾ കുറെ എണ്ണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വൈബ്രേഷൻ കൂട്ടാനായിട്ട് നമ്മുടെ മാലിന്യങ്ങളെ നീക്കാൻ നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിപ്പോ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതേപോലെ മെഡിറ്റേഷൻ ആണ് 2020 മെഡിറ്റേഷൻ. അത് ദൈവികമായിട്ടാണ് നടക്കുന്നത്. ധനലക്ഷ്മി ആകർഷണമാണ് അതിൽ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വേണം ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഒരു ടെക്നിക്കാണ്. അതുപോലെ 100 കണക്കിന് ടെക്നിക്കുകൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ 7-5 വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 7 ടെക്നിക്സ് കൊടുക്കുന്ന 7 മിറാക്കിൾസ് മെഡിറ്റേറ്റ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് നാളെയാണ്. മൂന്നാമത്തെ ബാച്ച് മറ്റാണ് നാളെയാണ് തുടങ്ങുന്നത്. 999 രൂപ മാത്രമേ അതിന് ഫീസുള്ളൂ. നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം, മാക്സിമം റിസൾട്ട് എടുക്കാം. ഓരോ ആൾക്കും ഓരോ ടെക്നിക്കുകളാണ് ചെയ്യാൻ പറ്റുന്നത്. ഉത്മം തന്നെ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 10 മിറാക്കിൾസ് 10 മാലിന്യങ്ങളെ റിമൂവ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ എന്റെ വലിയ കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതുപോലത്തെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വലിയ കോഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എന്താണ് മാറേണ്ടത് എന്നുള്ള ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഓരോന്ന് സെലക്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, വെറുതെ എവിടെയും കയറി ഏതും കോഴ്സ് എടുത്ത് കയറില്ല. നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ആവശ്യം, നിങ്ങൾ എവിടെയാണ് നിങ്ങളെ തടസ്സപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത്, അവിടെ വേണ്ട ചികിത്സിക്കാനായിട്ട്. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? മുന്നേ പറഞ്ഞത് ഫുൾ ബ്ലോക്ക് ആയി നിൽക്കുന്ന ഒരാള്, എനർജി വളരെ ലോ ഉള്ള ഒരാൾ പോയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ, വീണ്ടും പറയുന്നു ഞാൻ ആ വാക്ക്, ഫുൾ എനർജി ലോ ഉള്ള ഒരാള് കംപ്ലീറ്റ് ആയിട്ട് ഷെയിം അല്ലെങ്കിൽ ഗിൽറ്റിയിൽ നിൽക്കുന്ന ഒരാൾ പോയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു സംഭവം ലഭിക്കില്ല. കാരണം എനർജി കൂട്ടാത്തടത്തോളം കാലം മറ്റൊന്നും ലഭിക്കാനില്ല. അതിനാണ് ഞാൻ അത് മനസ്സിലാക്കിയപ്പോൾ, അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിറാക്കിൾ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഈ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ, നമ്മുടെ ഷെയിം ഗിൽറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കടക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് നിങ്ങൾ ചോദിച്ചു. മണി മാനിഫെസ്റ്റേഷൻ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാനുമായിട്ട് 1-to-1 ഇരുന്നിട്ട് നിങ്ങളുടെ ഊർജം മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ തരുള്ളൂ. അത് ഓൺലി ഫോർ ഫസ്റ്റ് ആഫ്റ്റർ നമ്മുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം. കാരണം അത് വലിയ കോഴ്സാണ്. ഈ കൊച്ചിയിലും ഇതൊക്കെ ചെയ്യുന്ന 1 ഡേ പ്രോഗ്രാം അതല്ല. മറ്റേ കോഴ്സ് കുറെ വലിയ കോഴ്സാണ്, കുറെ ലോങ് ടേം ആണ്, കുറെ പ്രോഗ്രാം ഇടുന്നുണ്ട് അതിനകത്ത്. അപ്പൊ നമ്മൾ നേരിട്ട് അറിഞ്ഞ് അതിന് കണ്ടിട്ട് മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് വരുന്നത്. ഒരു ഫീലും ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബോഡിയിൽ ഒരു വിഷ്വലൈസേഷൻ വന്നിട്ടില്ല എന്നാണ്. പിന്നെ അതിന് പറയാനില്ല. നിങ്ങൾ അതിൽ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതേ സ്റ്റേജിൽ ഉണ്ടാവും. എനർജി വൈബ്രേറ്റ് ചെയ്തവർക്കറിയാം, ആ എനർജി ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരന്റെ കടാക്ഷത്തോടെ എല്ലാവരും ജീവിതത്തിൽ സമസ്ത മേഖലയിലും ഉണ്ടാകാൻ പറ്റുന്ന കോഴ്സിന് വേണ്ടവർ വൈബ്രേറ്റ് ചെയ്തിപ്പോ ശൈലയൊക്കെ ഇപ്പൊ പറഞ്ഞ ഒന്നും ആകുന്നില്ലെങ്കിൽ ബോഡിയിൽ ശരിക്കും ആരാ പറഞ്ഞു, ഷീല പറഞ്ഞു, നിങ്ങൾ ബോഡി ശരിക്കും നമ്മുടെ എന്താ പറയാ, നമ്മുടെ 10 മിറാക്കിൾസിലൂടെ കടന്നു വരിക. അപ്പൊ നിങ്ങൾക്ക് എനർജി തലത്തെ പറ്റി അറിയാൻ പറ്റും. നിങ്ങളിൽ നിൽക്കുന്ന ബ്ലോക്കേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ കോഴ്സാണത്. അല്ലെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് ഫുൾ കോഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഫീൽ ചെയ്തവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും, ബാക്കി എല്ലാവർക്കും നാളെ തന്നെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് വെക്കുന്നു. കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിനെ വിളിച്ചോളൂ, വേണ്ടത് നിൽക്കോളൂ. എല്ലാവരും നിങ്ങളുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നമ്മളുടെ സമ്പൽ സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ, സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് എല്ലാവിധം ഫുൾഫിൽ ചെയ്യുമ്പോഴാണ്. 5 മേഖലകളും നമ്മൾ കറക്റ്റായി പോകുമ്പോൾ മാത്രമേ ജീവിതം നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആരോഗ്യം, സമ്പാദ്യം, അല്ലെങ്കിൽ വെൽത്ത്, ഹെൽത്ത്, ബന്ധങ്ങൾ, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്, ഈ 4 കാര്യങ്ങളും പരസ്പര പൂരിതമാവുകയും ഇതിനെ കൃത്യമായി നിലനിർത്താനായിട്ട് ആത്മീയത പരിശീലിക്കുകയും ചെയ്താൽ മാത്രമേ ജീവിതം കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അറിയുക. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ 1 മിനിറ്റ് കൂടി
5 മിനിറ്റ് കൂടി തരാം അല്ലേ? സമയമുണ്ടോ? 8:30 ആയോ? അപ്പോയിന്റ്മെന്റ് ടൈം ആയോ? യെസ്, താങ്ക് യു ഖദീജ, പറഞ്ഞോളൂ. സാറേ രഞ്ജിത്ത് Sir, സാറേ രഞ്ജിത്ത് sir, thank you. Thank you so much. Thank you. സാറേ, Thank you, sir. എനിക്ക് നന്നായി ഫീൽ ചെയ്തു. എനിക്ക് പറയുന്നുണ്ട്. എല്ലാവരും ഓൺ ചെയ്യില്ല. ഞാൻ അൺമ്യൂട്ട് ചെയ്യണം എല്ലാവരും. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രമേ, ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ വെച്ചുണ്ടാവും. ഖദീജ പറഞ്ഞല്ലോ. യെസ്, ഖദീജ പറഞ്ഞു. അടുത്ത ആള് പറയാൻ മുന്നേ രഞ്ജിത്ത് പറഞ്ഞു. രഞ്ജിത്ത് അൺമ്യൂട്ട് ചെയ്തോ? ഓക്കെ സാറേ, ഞാനൊരു കാര്യം ചോദിക്കാം. സാർ എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു ക്ലാസ് തുടങ്ങുന്നു, അത് എന്തെങ്കിലും പ്ലാൻ ആയോ സാർ? കുട്ടികളുടെ ക്ലാസ്സിന്റെ ഞാൻ ആ ബിസിനസ് ക്ലാസ്സും കൂടി ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം കുട്ടികളുടെ ക്ലാസ് ഇനി ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഇതിനടുത്ത് ചോദിച്ചുകൊണ്ട് പറയാണ്, നമ്മൾ ഡെയിലി ഉള്ള ഈ ക്ലാസ്സിനെ ആൾട്ടർനേറ്റ് ഡേയ്സ് ആയി മാറുകയാണ്. കാരണം സമയം നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി വിനിയോഗിക്കാണ്ട് ഈ ഫ്രീ സെഷൻ ഒന്നിടവിട്ടായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു ക്ലാസ്സും കൂടി അനൗൺസ് ചെയ്യാണ്. ഒന്നിടവിട്ട് നമ്മൾ ബിസിനസ് ക്ലാസ് അതായത് ആഴ്ചയിൽ 3 ദിവസം ബിസിനസ് ക്ലാസ്സിലേക്ക് പോവാണ്. 3 ദിവസം ഇതും 3 ദിവസം ബിസിനസ് ക്ലാസ്സിലേക്ക് മാറുകയാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ബിസിനസ് ക്ലാസ്സിൽ എല്ലാവരും എടുക്കില്ല. ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ ബിസിനസ് ക്ലാസ്സിലേക്ക് ഉണ്ടാവുള്ളൂ. അതുകൂടാതെ തന്നെ ജനുവരി 1 മുതൽ ഇവിടെയും ക്ലാസ്സുകൾക്ക് ചെറിയൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. കാരണം നമുക്ക് കൃത്യമായി ഫോം ഫില്ല് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ നമുക്കിവിടെ ക്ലാസ് നൽകാൻ പറ്റുള്ളൂ എന്നുള്ളത്. കാരണം പല രീതിയിൽ ആൾക്കാർ കയറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും, കാരണം അത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ. യു ഷുഡ് ടേക്ക് റിസൾട്ട് എടുക്കാൻ തയ്യാറായവർ മാത്രം വന്നാൽ പോരെ. അല്ലെങ്കിൽ കൂടുതൽ എല്ലാവരും വന്നിട്ട് റിസൾട്ട് ഒന്നും ഇല്ലാതിരിക്കുന്നതിന് കാര്യമില്ലല്ലോ. അപ്പോ അത് അങ്ങനെ ഒരു ബിസിനസ് ക്ലാസ്സിന് വേണ്ടവർ പേര് മുമ്പേ പറഞ്ഞോളൂ. ഞാനൊരു ഫോം നാളെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ചെറിയൊരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമേ എടുക്കുള്ളൂ ബിസിനസ് ക്ലാസ്സിന്. അതില്ലാതെ ഫ്രീ ചെയ്യാൻ പറ്റും ചെറിയൊരു മെമ്പർഷിപ്പ് ഫീസ്. അത് ഞാൻ ഫോം അപ്ലോഡ് ചെയ്യാം. അത് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രം ബിസിനസ് ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാം. എല്ലാ ദിവസവും ഒരു ദിവസം വിട്ടിട്ട്. പിന്നെന്താ പറഞ്ഞത്, ബാക്കിയെല്ലാം നമ്മുടെ ക്ലാസ്സുകളെല്ലാം നോർമൽ നടക്കും. രഞ്ജിത്ത് പറഞ്ഞത് വേറെ എന്തായിരുന്നു എന്നോട്? ഞാൻ കുട്ടികളുടെ ക്ലാസ് കുട്ടികളുടെ ക്ലാസ് ജനുവരിയിൽ മുതൽ ഒരു ഗുഡ് ന്യൂസും കൂടിയുണ്ട്. ജനുവരിയിൽ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം പരിമിതി ആഴ്ചയിൽ ഒരു ക്ലാസ് ഇംഗ്ലീഷും ഹിന്ദി ഇംഗ്ലീഷും കൂടി, കാരണം ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ക്ലാസ്സും ജനുവരി തന്നെ തുടങ്ങും. നിങ്ങളുടെ എല്ലാ കുട്ടികളും റെഡിയാക്കി വെച്ചോ. ഞാൻ പ്രിപ്പയർ ആണ്. എനിക്ക് പിള്ളേരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ആണ്. ജനുവരിയിൽ നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നിൽക്കാം. എവിടെയാ ശ്രീരാഗ്? എവിടെ? വാ. റെഡി. ഇന്ന് ശ്രീരാഗിനെയാണ് ഞാനത് ഫുൾ ചുമതലപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്നുണ്ട് ശ്രീരാഗ്. നമ്മളെ കൊച്ചി പ്രോഗ്രാം ഞാൻ ബുക്ക് ചെയ്തവനെ. അതിന് കുട്ടികളെ പ്രോഗ്രാം ചെയ്യാനായിട്ട് കംപ്ലീറ്റ് അവനെ ഞാൻ എടുക്കുകയാണ്. അവനിലൂടെ ഞാൻ ബാക്കി എല്ലാവരും പോവാണ്. അല്ലെ, എന്നെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആവാൻ പറ്റിയ ഒരാളല്ലേ അല്ലേ? ഓക്കെ, എല്ലാ നിങ്ങളുടെ ആൾക്കാരോടെല്ലാം കൊണ്ട് നിൽക്കാം. രഞ്ജിത്ത്, നമുക്ക് തുടങ്ങാം. ജനുവരിയിൽ തുടങ്ങാം. ഓക്കെ, പിന്നെ വേറെ ആരില്ലല്ലോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിരിയാം. താങ്ക് യു. അറിയാം, അൺമ്യൂട്ട് ചെയ്യേണ്ട അൺമ്യൂട്ട് ചെയ്തോളൂ. ഒച്ചപ്പാടാക്കണ്ടെന്ന് എഴുതിട്ടെ. ഞാനത് പറയാം. ഇവരെല്ലാം പറയണ കാരണം പറയാൻ പറ്റാത്തത്. എനിക്ക് ഏതൊക്കെ ക്ലാസ്സിന് എനിക്ക് ചേരാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു തന്നാല് ഐ വുഡ് ഡു ദാറ്റ്. Yes, Alice, you are still there. You are not joined any class so far. I did. ഏതിലാ ജോയിൻ ചെയ്തേ? ഞാന് ലോ ഓഫ് അട്രാക്ഷന് ചേർന്നു. പിന്നെ ഹാപ്പിനെസ് $1,111 അതിനകത്ത് ചേർന്നു. നിങ്ങൾ അത്രയും ഡോളർ എനിക്ക് റുപ്പീസ് ആരും കേൾക്കണ്ട. ഡോളർ മേടിച്ചു. അയ്യോ, ഐ എം സോറി. ഞാൻ ഏതിൽ ചേരണമെന്ന് സാർ സജഷൻ ചെയ്താൽ ഐ വുഡ് ഡു ദാറ്റ്. ഇല്ല, നിങ്ങൾക്ക് ഫുൾ കോഴ്സ് ആണ് നിങ്ങൾ ആവശ്യം. നിങ്ങൾക്ക് പറ്റുന്ന ജേർണി ടു ഹാപ്പിനെസിന് ഫുൾ കോഴ്സ് എടുത്താൽ മതി. നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും. ഓക്കെ, മെഡിറ്റേഷൻ ഒക്കെ ഞാൻ അതിൽ ആഡ് ചെയ്ത് തന്നേക്കാം. അത് ആപ്പിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ.
അത് എടുത്തോളൂ, സംസാരിച്ചു. ബാക്കി എല്ലാ കോഴ്സുകളും പിന്നെ ഇതെല്ലാം ചെറിയ ചെറിയ ഇടക്ക് വരുന്ന ക്ലാസ്സുകളല്ലേ, അത് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട് നിങ്ങളെ, അതൊന്നും ഓപ്പൺ അപ്പ് ആക്കി കൊണ്ടുവരും. ലിമിറ്റിംഗ് ബിലീഫ്സ് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ അപ്പ് കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. താങ്ക് യു. ജേർണി ടു ഹാപ്പിനെസിന്റെ അതിന്റെ ഫീസ് എത്ര വരും? ജേർണി ടു ഹാപ്പിനെസ് ഹാപ്പിനെസിന്റെ ഫീസ് 10,000 rupees ആണ്. ഓക്കെ സർ. നിങ്ങളൊന്ന് അഡ്മിനോട് ബന്ധപ്പെട്ടോളൂ, നിങ്ങൾക്ക് സ്പിൻ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ, അഡ്മിനോട് ബന്ധപ്പെട്ട് സംസാരിച്ചോ കേട്ടോ. ലോ ഓഫ് അട്രാക്ഷന്റെ കൂടെ മെഡിറ്റേഷൻ ഇല്ലല്ലോ. അല്ലെ, അങ്ങനെ ചോദിച്ചത്? അതെ അതെ, അതാണ് ചോദിച്ചത്. ഇല്ല, ലോ ഓഫ് അട്രാക്ഷന്റെ കൂടെ മെഡിറ്റേഷൻ ഇല്ല. ജേർണി ടു ഹാപ്പിനെസിന്റെ കൂടെയാണ് മെഡിറ്റേഷൻ. ലോ ഓഫ് അട്രാക്ഷന്റെ ഫുൾ സെഷൻ, ഫുൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 2000 രൂപയുടെ ക്ലാസ് എടുത്താൽ അതിൽ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ഹാപ്പിനെസ് മെഡിറ്റേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 7 daysിലില്ല. 7 days വെറും ടെക്നിക്ക് മാത്രമല്ലോ, ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഫണ്ടമെന്റൽസ് ഒന്നും പഠിപ്പില്ലല്ലോ, ടെക്നിക്ക് മാത്രമാണ്. സെവൻ ടെക്നിക്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നുള്ളൂ. നിങ്ങൾ ആ ടെക്നിക്ക് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്കത് റിസൾട്ട് ലഭിച്ചിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണം. സോറി, മെഡിറ്റേഷൻ ടൈം, മെഡിറ്റേഷൻ പേയ്മെന്റ്, പെയ്ഡ് മെഡിറ്റേഷൻ ആണ് നമുക്ക് രാവിലെ 5:30 ആണ്. അത് എല്ലാ ദിവസവും 5:30 ആണ്. ഇന്നൊരു ദിവസം ഞാൻ മിസ്സായി പോയി എന്നേ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ കോഴ്സ് എത്ര ദിവസം സാർ? അത് ടോട്ടൽ 73 വീഡിയോസ് ആണത്. അത് റെക്കോർഡഡ് ആണ്, നമ്മുടെ ആപ്പിൽ വരുന്ന ക്ലാസ് ആണത്, ഫുള്ളി ആപ്പിലാണ്. അപ്പൊ അതിൽ 73 അതിൽ 3 അസൈൻമെന്റ്സുകളും ഉണ്ട്. അത് ഒരു അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്ത് ആയാൽ മാത്രമേ അടുത്ത സെഷനിലേക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെയാണ് ആ കോഴ്സിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മൈൻഡിനെ ശരിക്കും മനസ്സിലാക്കി പ്രോഗ്രാം ചെയ്ത് പ്ലാൻ ചെയ്തവർക്ക് അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ക്ലാസ്സിൽ ഇപ്പോ ഒരു വ്യത്യാസമുള്ളത്, ഈ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ് കഴിഞ്ഞ് വന്നവർ പിന്നെ സൈലന്റ് ആണ്. കാരണം അവർക്ക് കൂടുതൽ സംസാരിക്കണമെന്നും ഇല്ല, അവരിങ്ങനെ ഫീലിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. നമ്മള് ഒരു പ്രത്യേക മൂഡിലേക്ക് പോകും. എന്തിനെ ബേസ് ചെയ്തുള്ള സാറേ? അത് മൈൻഡ് പ്രോഗ്രാമിംഗ്, നമ്മുടെ എല്ലാം ബേസ്ഡ് ഓൺ മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിൽ സ്പിരിച്വാലിറ്റി എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമ്മള് കൃത്യമായിട്ടുള്ള മെത്തേഡ്സുകളോടുള്ള മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അത് നമ്മൾ കുറെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്താൽ നമ്മുടെ എനർജി കൂട്ടാൻ പറ്റുള്ള സിസ്റ്റം പോയാൽ മതി. എന്റെ പുസ്തകമുണ്ട്, മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കാണ് ഇതിന്റെ ബേസ്. നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ കോഴ്സ് എന്ന് പറയുന്നത് ജേർണി ടു ഹാപ്പിനെസ് ആണ്. അത് ലൈവ് എല്ലാം റെക്കോർഡ് സെഷൻ ആണല്ലേ? ലൈവ് ഉണ്ട്, സാറ്റർഡേയും സൺഡേയും ലൈവ് ഡിസ്കഷൻ, അതായത് ഡൗട്ട് ക്ലിയറിംഗ് സാറ്റർഡേ ആൻഡ് സൺഡേ, എല്ലാ ദിവസവും 8:30 മോർണിംഗ്. ഈ ബിസിനസ് ക്ലാസ് സാറേ, എനിക്ക് സാറിനെ ഒന്ന് ഡയറക്റ്റ് സംസാരിക്കാനായിട്ട് എപ്പോഴാണ് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റും സാറേ? എനിക്ക് ഏത് കോഴ്സാണ്? അഡ്മിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു ദിവസം 2 ടൈമേ എടുക്കുന്നുള്ളൂ. അതും 2ഉം പലപ്പോഴും പറ്റുന്നില്ല, ഒന്നൊക്കെ ഉള്ളൂ എന്റെ തിരക്കിന്റെ ഇടയിൽ. പക്ഷെ ഒന്ന് അഡ്മിനോട് ബന്ധപ്പെട്ട് ആ ടൈം ഷെഡ്യൂൾ തരും. സാർ നേരത്തെ ചോദിച്ചില്ലേ സാറിനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവാന്ന്? സാറിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ സാറേ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്ന്? അല്ല, നിങ്ങളല്ല, കുട്ടികളാ പറയുന്നത്. അത്ര നല്ല ഒരു ഇത്രയും നല്ല നിഷ്കളങ്കമായ ഒരു മുഖത്ത് ഞങ്ങൾ എങ്ങനെ പറയും? ന്യൂജൻ കുട്ടികളെ സാറിനൊക്കെ അറിയാലോ. ന്യൂജൻ കുട്ടികളെ പറ്റി Z കാറ്റഗറി കുട്ടികളുടെ ക്യാരക്ടറിന്റെ വേറെയാണ്. അവര് സാധാരണ കുട്ടികളെ പോകുന്ന പോലെ അവരുടെ അടുത്ത് എത്താൻ പറ്റില്ല. അതൊരു മറ്റൊരു രക്ഷകർത്താക്കളുടെ ശിക്ഷണം ഏറ്റുവാങ്ങി വളരുന്ന മക്കൾ ആരും പറയത്തില്ല സാർ, ഒരിക്കലും പറയത്തില്ല സാറേ. അവിടെയാണല്ലോ സാറേ ഇപ്പൊ ട്യൂൺ ചെയ്യാൻ വേണ്ട ആവശ്യം വരുന്നത്. രക്ഷകർത്താക്കളുടെ ശിക്ഷണം കൃത്യമായി കുട്ടികൾ ഏൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പ്രോഗ്രാം ചെയ്യാനൊന്നുമില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ. എത്ര രക്ഷകർത്താക്കൾക്ക് കൃത്യമായി കുട്ടികളെ വളർത്താൻ അറിയും എന്നത് ഒന്നാമത്തെ ചോദ്യം. എത്ര കുട്ടികൾ രക്ഷകർത്താക്കൾ പറയുന്നത് പോലെ ജീവിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ കാര്യം കുട്ടികളല്ല വിഷയം, രക്ഷകർത്താക്കളാണ്. ചിൽഡ്രൻസ് ഓൾവേസ് റൈറ്റ്.
കാലത്തിനനുസരിച്ച് മാറ്റപ്പെടാൻ തയ്യാറാവാത്ത രക്ഷകർത്താക്കളാണ് പ്രധാന വിഷയം. ശരിയാണ്. അവിടെയാണ് സാറിനെ പോലുള്ള ആൾക്കാർക്ക് ആ മേഖലയിലുള്ളവർക്ക് കൃത്യമായി അറിയാമല്ലോ. അവിടെയാണ് കൃത്യമായി നമ്മൾ അവിടെയാണ് നമുക്ക് തന്നെ ഒരു എന്താ പറയാ, നമ്മൾ ചിലപ്പോ പറയുന്ന കാര്യങ്ങൾ രക്ഷകർത്താക്കൾ അംഗീകരിക്കില്ല. അവിടെയാണ് ഇത് വിഷയം വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വന്നത് വെച്ചാൽ എന്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റ ചെയ്യുന്ന വളരെ നല്ലൊരു എമൗണ്ട് വന്ന ഇങ്ങോട്ട് ഇട്ടേക്കട്ടെ. അപ്പോ ഒരു ചെറിയൊരു വീഡിയോ കറക്റ്റ് ചെയ്തു തന്നു. അതായത് പുതിയ ട്രെൻഡിനനുസരിച്ച് കള്ളുകുടിയോ മറ്റേ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റീലാണ് ഇട്ടത്. അതിപ്പോ എനിക്കൊന്ന് 1 മില്യൺ ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. അതിന് താഴെ പിള്ളേരെഴുതിയ കമന്റുകൾ വായിച്ചാൽ മതി. അവര് പറയാണ്, ഇന്നലെയും പറഞ്ഞു, ഇവിടെ നമ്മൾ പറഞ്ഞു, സാറേ ജീവിതത്തിൽ ഇന്നേ വരെ കഞ്ചാവ് കണ്ടിട്ടില്ല, പക്ഷെ മുടി നീട്ടി വളർത്തി എന്നുള്ള ഒറ്റ കുറ്റത്തിന് എന്നെ വിളിക്കുന്ന പേര് കഞ്ചാന്നാണ്. സമൂഹമാണ് പുതിയ ട്രെൻഡിന്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ആ ഒരു കാറ്റഗറി ചേഞ്ചസിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക് എന്നുള്ളതാണ്. അത് നോക്കാം നമുക്ക് ഒരു സമയം വരെ. എന്റെ ആഗ്രഹം അതാണ്, കുട്ടികളിൽ എത്തണം എന്നുള്ളത് തന്നെ. നല്ല കാര്യം, നല്ല കാര്യം. ഓക്കെ, താങ്ക് യു. സാർ, മോള് പറയാണ് സാറെ കണ്ടിട്ട്, മമ്മിന്റെ സാറ് എപ്പോഴും ചിരിക്കുന്ന സാറാണല്ലോ, ഭയങ്കര കളർഫുള്ളിലാണല്ലോ സൂട്ടൊക്കെ ഇട്ടിട്ട്. കുഞ്ഞു മോള് LKG പഠിക്കുന്നതാണ് പറഞ്ഞതാ. അവർക്ക് കാണാൻ ഇഷ്ടാ, സാറിനെ കാണാനായിട്ട് വരും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സില്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അങ്ങനെ എല്ലാവരും എന്താ പറയാ, കുട്ടികൾ നന്നായ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും വീട്ടിൽ. കുട്ടികൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ. പക്ഷെ നമ്മൾക്ക് അറിയണം കുട്ടികൾക്ക് എന്താവണം, നമ്മളെ കുട്ടികൾ എന്തായിരിക്കണം എന്നുള്ള ബോധമില്ലാത്ത അച്ഛനും അമ്മയുടെ അടുത്ത് പിന്നെ എന്ത് പറയണം? ആദ്യം അതാണല്ലോ ഉണ്ടാവേണ്ടത്. എനിവേ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്.